3 മാസം നമുക്ക് കിട്ടിയിരിക്കുന്ന കാലാവധി. അതിനിടയിൽ അവളുടെ മാത്രമല്ല, അവളുടെ കുടുംബത്തിന്റെ തന്നെ പുക കാണണം. അതാ കരാറ്. എന്തിനാടാ 3 മാസമൊക്കെ കാത്തിരിക്കുന്നേ? നീ മുമ്പ് ആ ശിവപുരത്തെ കൊട്ടേഷൻ ചെയ്ത പോലെ അവളുടെ മുഖത്തേക്കങ്ങ് ആസിഡ് ഒഴിച്ചാ പോരെ? പോരാ പോരാ, ഇതങ്ങനെ മുഖമോ കയ്യോ കാലോ ഒന്നും ഇല്ലാതായ പോരാ. പറഞ്ഞില്ലേ, അവളും അവളിൽ കൂടി ആ കുടുംബം അവസാനിക്കണം. അതൊക്കെ എന്താ എങ്ങനെയാന്നെല്ലാം ഞാൻ വ്യക്തമായി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാളാ കൊട്ടേഷൻ തന്ന ആള്, പ്രമോദ്. ഹലോ, എന്തായി? ഇന്നും തുടങ്ങി വെക്കുന്നല്ലേ പറഞ്ഞത്? സാറേ, സാറ് കിടന്ന് വെപ്രാളപ്പെടാതെ. ആദർശ കൊട്ടേഷൻ എടുത്തത് നല്ല വെടുപ്പിന് പൂർത്തിയാക്കാൻ എനിക്കറിയാം. ഐശ്വര്യമായിട്ട് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 3 മാസം ഞാൻ പറഞ്ഞത്. 3 മാസത്തിനകം തന്നെ അവളുടെ പേര് ഹാജർ ബുക്കിന്ന് വെട്ടിയിരിക്കും. മതി, അത് മതി. പിന്നൊരു കാര്യം, ഇനി മുതൽ ഇടയ്ക്കൊക്കെ സൂരജ് നിന്നെ വിളിക്കും. സൂരജിനെ അറിയാലോ, എന്റെ മോനാ. അവന് വേണ്ടിയുള്ള പ്രതികാരം ഇത്. അവനോട് വിളിക്കാൻ പറഞ്ഞാൽ മതി. എന്തായാലും സാർ എഴുതി വെച്ചോ, 3 മാസം. അതിനുള്ളിൽ അവൾ തീർന്നിരിക്കും. അയ്യോ, എന്താ എന്തോ ഒരു ഒച്ച കേട്ടത്? ഗ്ലാസ് കയ്യിന്ന് വഴുതി വീണ് താഴെ വീണ് പൊട്ടിപ്പോയി. അത്രേ ഉള്ളോ? ഇപ്പൊ ശരിയാക്കി തരാം. സൂക്ഷിച്ച്. അയ്യോ, ഞാൻ എടുത്തോളാം. അമ്മ അവിടെ നിന്നോ, ഞാൻ എടുക്കാം. വേണ്ട മോളെ, ബലു വേണ്ട. സൂക്ഷിച്ച്. മോളെ, എനിക്കെന്തോ ഒരു പേടി വരുന്നു. എന്തു പേടി? എന്താ അമ്മേ? അല്ല, എന്റെ കയ്യിന്ന് ഗ്ലാസ് വീണ് പൊട്ടുന്നത് പലപ്പോഴും ഓരോ അപകടം വരുന്നതിന്റെ സൂചന പോലെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പു, ഇനിയിപ്പോ അമ്മ ടെൻഷൻ അടിച്ചു തുടങ്ങും. കയ്യിൽ നിന്ന് ഗ്ലാസ് താഴേക്ക് വീഴുക, വിളക്ക് കത്തിക്കുമ്പോ വിളക്ക് കെടുക ഒക്കെ അമ്മയെ സംബന്ധിച്ച് ദുരന്തങ്ങളുടെ വരവ് പോലെ. ഇന്നലെ ആ പിള്ള വന്നുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഒന്ന് കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതിനിടയില് ദേ അമ്മ ഓരോന്ന് ചിന്തിച്ചു കൂട്ടല്ലേ. അമ്മേ, കയ്യില് വഴുക്കല് വരുമ്പോ ഗ്ലാസ് വീണ് പൊട്ടും. അമ്മ അതൊന്നും ആയിട്ട് കണക്ട് ചെയ്ത് ആലോചിക്കണ്ട. മോളെ, മീനാക്ഷിനെ ഒന്ന് വിളിക്കോ, സാഗറിനെ ഒന്ന് വിളിക്ക്. അതെന്തിനാ? അല്ല, ഇങ്ങനെയൊക്കെ ഓരോന്ന് സംഭവിക്കുമ്പോ എനിക്ക് മക്കളെ എല്ലാം പെട്ടെന്ന് കാണണമെന്ന് തോന്നും. ഒന്ന് വിളിക്കും മോളെ. എന്റെ അമ്മയുടെ മക്കൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ദേ മൂത്ത മോൻ ദേ മല പോലെ നിൽക്കുന്നു. അടുത്ത 2 പേരും പഠിക്കാനൊക്കെ പോയിരിക്കല്ലേ. അമ്മേ, ഇന്ന് വീട്ടില് അമ്മയുടെ കൂടെ നിക്കാലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാ ഞങ്ങൾ 2 പേരും ലീവ് എടുത്തത് തന്നെ. ഇതിപ്പോ ഇങ്ങളെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോനെ. എനിക്കെന്തോ പെട്ടെന്ന് ആദ്യ പോലെ. മോളൊന്ന് മീനാക്ഷിനെ ഫോൺ വിളിച്ചതാ. മീനാക്ഷിന്റെ ശബ്ദം കേട്ടാ എനിക്ക് സമാധാനാവും. അന്നത്തെ ആ സംഭവത്തിന് ശേഷം മീനാക്ഷിന്റെ കാര്യത്തില് എപ്പോ എനിക്ക് പേടിയാ. ഒന്ന് വിളിച്ചതാ മോളെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിക്കാം. എന്റെ ഫോൺ എടുത്തു. ഹലോ, കൊള്ളാം. മുൻവശത്തെ കതകം തുറന്നിട്ട് എല്ലാരും കൂടെ അടുക്കള വന്ന് നിൽക്കുവാണോ? കണ്ടോ, ഇപ്പൊ സമാധാനമായോ അമ്മയ്ക്ക്? മോളെ, ഇങ്ങ് വാ. എന്താ അമ്മേ? എന്താ പറഞ്ഞേച്ചി? ഒന്നുമില്ല മോളെ. അമ്മയുടെ കയ്യിന്നേ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടി. ഓ, മനസ്സിലായി. ഗ്ലാസ് പൊട്ടിയതോടെ അമ്മയ്ക്ക് ടെൻഷനായി. ഞങ്ങള് മക്കളെ കാണുമെന്ന് പറഞ്ഞു അല്ലേ? ഇത് ആദ്യത്തെ പ്രാവശ്യം അല്ല പറഞ്ഞേച്ചി, സ്ഥിരം പരിപാടിയാ അല്ലേ? ആ സൂരജിന്റെ സംഭവത്തിന് ശേഷം എനിക്ക് എപ്പോഴും ഇന്നെ ആലോചിച്ച് പേടിയാ മോളെ. അമ്മേ, സൂരജിനെ പോലുള്ളവര് മാത്രല്ല ഈ ലോകത്ത്.
എന്റെ ഏട്ടനെ പോലുള്ളവരും ഉണ്ട്. കേട്ടോ അപർണേച്ചി, ഇന്നൊരു പയ്യൻ, ഒരു ആദർശ്, ഒരു വൃദ്ധനെ രക്ഷിക്കുന്നത് ഞാൻ റോഡിൽ വെച്ച് കണ്ടു. ഒരു പോസിറ്റീവ് വൈബുള്ള സീനായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മോളെ, നീ ഒന്ന് സാഗറിനെ കൂടെ വിളിച്ചു തന്നിട്ടുണ്ടെങ്കില്. എന്റെ അമ്മയൊന്ന് സമാധാനപ്പെടുന്നുണ്ടോ? സാഗർ ഇപ്പൊ ഇങ്ങെത്തില്ലേ? അമ്മ ഒരു ചായ ഇടമ്മേ. അല്ല, സാഗറിനെ ഒന്ന് ചായ എടുക്കാൻ. എടുക്കാൻ പെണ്ണെ. സാഗർ നിക്ക്, ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ വിട്. ഈ നിക്ക് സാഗർ, പ്ലീസ് ഒന്ന് നിക്ക്. നീ എന്റെ കൈ വിട്ടെ. ഇല്ല, വിടില്ല. നീ എന്നെ തല്ലിയാലും ഞാൻ വിടില്ല. എന്താ നിനക്ക് പറയാനുള്ളത്? സാഗർ, നീ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? ഞാൻ നിന്നോട് എന്തെങ്കിലും റോങ് ആയിട്ട് പറയോ പ്രവർത്തിക്കുക ചെയ്തിട്ടുണ്ടോ? നീ റോങ് ആയിട്ട് ഒന്നും ചെയ്തില്ല. പക്ഷെ നിനക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാനാ നമ്മൾ തമ്മിൽ കാണണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. അന്ന് അപർണേച്ചിയുടെ അച്ഛനൊക്കെ നിൽക്കുമ്പോഴാ നിന്റെ അച്ഛൻ വന്ന് ഞങ്ങൾ എല്ലാവരും ഇൻസൾട്ട് ചെയ്ത്. ശരി, അച്ഛൻ വന്ന് വഴക്കുണ്ടാക്കി. അതിന് നീ എന്നോട് എന്തിനാ ദേഷ്യം കാണിക്കുന്നേ? നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേടാ. നിന്റെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. കീർത്തന, വേണ്ട, അത് ശരിയാവില്ല. ഒന്നാമത് എന്റെ പഠിത്തം അധികം തുടരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ സാഗർ, നിന്റെ പഠിത്തത്തിന് എന്താ പറ്റിയേ? പാവ അമ്മ, ഞങ്ങളെ വളർത്താൻ ഒറ്റയ്ക്ക് ഓടി ഓടി അമ്മ അങ്ങ് ക്ഷീണിച്ചു. ഈയിടെയായിട്ട് ഓരോ പ്രശ്നങ്ങൾ കാരണം എപ്പോഴും സങ്കടവും ദേഷ്യമൊക്കെയാ. നിന്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം അപവാദം പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു. അമ്മ ഇപ്പൊ ആകെ ഡൗണാ. പഠിത്തം നിർത്തി അമ്മയെ സഹായിക്കാൻ കൂടിയാലോന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. സീരിയസ് ആയിട്ടാ ഞാൻ പറയുന്നത്. അമ്മയുടെ കാറ്ററിംഗ് ജോലികളിൽ ഞാനും ചേരാൻ പോവാ. എന്ന് മണ്ടത്തില സാഗര നീ പറയുന്നേ? നിന്നെപ്പോലെ നന്നായി പഠിക്കുന്ന ഒരാള് പഠിത്തം നിർത്താന്ന് വെച്ചാ? ഈശ്വരാ ഭഗവാനെ, ഇന്ന് കണിയേണ്ട ആളെ എന്നും കാണിച്ചു തരണേ. ഓ, ഇതുപോലുള്ള കാഴ്ചകൾ എന്നും കാണിച്ചു തരണേ ഭഗവാനെ. വീഡിയോ തന്നെ പിടിക്കാം. മൊബൈല് കണ്ടുപിടിച്ച സായിപ്പ് സ്തുതിയായിരിക്കട്ടെ. എന്തായാലും നീ ചെല്ല്. നമ്മളിവിടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ആരെങ്കിലും കണ്ടാൽ അത് മതി അടുത്ത പ്രശ്നത്തിന്. ആരെങ്കിലും കണ്ടാ പ്രശ്നമാവോന്നോ? നിങ്ങൾ സംസാരിക്കുന്ന ലോകം മുഴുവൻ കാണാൻ പോവാ. ഞാൻ മുന്നേ നടക്കാം, നീ പുറകെ വന്നാ മതി. ഇന്നത്തേക്കുള്ളതായി മോനെ. മുന്നാധാരം ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഫോട്ടോ കോപ്പി ഉണ്ട്. പിന്നെ ഇതിനെല്ലാത്തിനും ഉപരി വസ്തു നികുതി അവസാനം വരെയുള്ളതും അടച്ചു. ഞങ്ങളുടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഇത് വായിച്ചു നോക്കാം. എല്ലാം പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ എഗ്രിമെന്റ് നടത്തും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ടല്ലോ, ആൾക്കാരെ ഒഴിപ്പിക്കുന്നത് നിങ്ങളായിക്കോണം. അതൊക്കെ ഞങ്ങൾ ഏറ്റു സാറേ. ഓ, അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ. എന്താ സുഭാഷിണി? എന്താ കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞു. അയ്യോ, എനിക്കത് പറയാൻ വയ്യ സാറേ. എന്താ കാര്യം വെച്ചോ പറ സുഭാഷിണി. അതെ, എനിക്ക് ഈ വീടുമായിട്ടെ വലിയൊരു ബന്ധമുണ്ട്. ഈ വീട്ടിൽ ഒരാളെ അപായപ്പെടുത്താന്ന് വെച്ചാലേ അത് ഞാൻ അപായപ്പെടുന്ന പോലെയാ. അപായപ്പെടുന്നു? അയ്യോ, എനിക്ക് വയ്യ. സുഭാഷിണി, നീ കാര്യം പറ. അതെ, നിക്ക്. ദേ നോക്ക് സാറേ, ദേ നോക്കിയേ.
നല്ലോണം ഒന്ന് കാണ. ആ കണ്ടില്ലേ കണ്ടില്ലേ, ഇതാണ് കളി. എന്റെ സാറേ, എന്റെ ചേച്ചി, നമ്മുടെ കൊച്ചിന് പാവാ. നമ്മുടെ കീർത്തന മോൾ ഒഴിഞ്ഞു പോയാലും ഈ ചെറുക്ക് സമ്മതിക്കണ്ടേ? ദേ ഞാൻ നോക്കുമ്പോഴേ പുറകെ പുറകെ ചെന്ന് ഒട്ടുവന്നേ. ആ ഇല ചെന്ന് മുള്ളി വീണാലും ബാക്കി അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. ആ ചെല്ല്. നിങ്ങളൊന്ന് നിക്ക്, കീർത്തന വരട്ടെ, അവളോടൊന്ന് ചോദിച്ചിട്ട്. എന്തൊന്ന് ഇത്ര ചോദിക്കാൻ? ഇന്നവളെ ഞാൻ ചവിട്ട്. ഇതിന്റെ പേരിൽ ഒരു ബഹളം വേണ്ട. അവര് പണ്ടേയുള്ള കൂട്ടുകാരല്ലേ. നിന്നോട് മിണ്ടരുതെന്നാ പറഞ്ഞത്. എന്താ കാര്യം? എന്താ കാര്യം? ഒന്നും അറിയില്ലല്ലേ? ഇന്ന് വന്ന് നിന്നെ ശല്യപ്പെടുത്താൻ വന്നതല്ലേ? അറിയാൻ വയ്യല്ലേ? ഇങ്ങോട്ട് കളി, നീ വന്നേ. അങ്ങോട്ട് നോക്കിക്കാട്ടെ. അയ്യോ എന്റെ പൊന്നുമോളെ, ചേച്ചി വഴി കൂടെ വരുമ്പോഴേ ഞാൻ കണ്ടു ആ സാഗർ മോളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത്. അപ്പൊ മോളുടെ രക്ഷയ്ക്ക് വേണ്ടി ചേച്ചി അപ്പോഴേ മൊബൈൽ ഇതങ്ങ് പിടിച്ചതാ. ആ സാഗറിനോട് സംസാരിക്കുന്നതിൽ ഇപ്പൊ എന്താ കുഴപ്പം? അതുമല്ല, സാഗർ എന്നോടല്ല, ഞാൻ സാഗറിനോട് സംസാരിച്ചത്. അല്ല, സാഗർ നിന്നെയാ ശല്യപ്പെടുത്തിയത്. നീ അവനെ ന്യായീകരിക്കാൻ നിൽക്കല്ലേ? അറിയാവല്ലോ. നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറയുന്നൊന്ന് കേക്ക്. പോകരുത്. വരാൻ പറഞ്ഞാ വന്നോണം. ബാലു, സാഗറേ, ഇങ്ങോട്ട് ഇറങ്ങി വരികയാണോ? ആരും ഇല്ലടാ ഇവിടെ. അഫോർഡ് ഇങ്ങോട്ട് ഇതാ, അങ്ങോട്ട് നടക്കണി. അവനെവിടെ? നിന്റെ ഇളയ മോൻ. അവനെ ഇങ്ങോട്ട് ഇറക്കി വിടരുത്. എന്റെ മോടെ പുറകെ നടക്കരുതെന്ന് അവനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. അനുസരണ പഠിക്കാത്തവനെയും അനുസരിക്കാത്തവനെയും എങ്ങനെ അനുസരിപ്പിക്കണമെന്ന് എനിക്കറിയാം. സാറേ, അന്ന് അമ്മയെ കുറിച്ച് അപവാദം പറഞ്ഞു, ഇപ്പോ അനിയനെ കുറിച്ചും. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പിന്നെ നിന്റെ ഒരു പരിധി. സാഗറിനോട് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, അവൻ തെറ്റായ രീതിയിൽ ഒന്നും പെരുമാറില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇതിനെന്താ പിള്ള സാറേ കുഴപ്പം? രണ്ട് ഫ്രണ്ട്സ് തമ്മി വഴിയിൽ നിന്ന് സംസാരിക്കുന്നു, അതിനെന്താ? എന്താന്ന്, ഇതുപോലെ രണ്ട് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ നിങ്ങളും. നല്ല ഒരു കുടുംബത്തിലെ കൊച്ചിനെ ഇങ്ങനെ അടിച്ചോണ്ട് പോകുന്നില്ലേ? അതുപോലെ ഇളയ മോനെ ഇറക്കി ഇങ്ങോട്ട് വിട്ടിരിക്കുക അല്ലേ? കാര്യമൊക്കെ ശരി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് പിള്ള സാറ്. എന്താ അമ്മേ, എന്താ പറഞ്ഞേച്ചി? ഓ, ഞാൻ വന്നല്ലോ. പറയടാ, നീ എന്ത് ഭാവിച്ചോണ്ടാ എന്റെ മോടെ പിന്നാലെ നടക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ നിന്നോട് ചോദിച്ചത്, നീ എന്ത് ഭാവിച്ചിട്ടാ എന്റെ മോടെ പിന്നാലെ നടക്കുന്നതെന്ന്. ഈ സുഭാഷിണി കണ്ടു നീ എന്റെ മോളെ ശല്യപ്പെടുത്തുന്നത്. നിങ്ങൾ എന്താ കണ്ടത്? ഞാൻ ഇവളെ ശല്യപ്പെടുത്തുന്നതോ? അയ്യോ എന്റെ പൊന്നു മോനെ, ചേച്ചി വരുമ്പോഴില്ലേ ദേ ഈ കീർത്തന മോളെ വഴിയിൽ നിൽക്കുന്ന കണ്ടു. നീ ന്യായീകരിക്കാനൊന്നും പോകണ്ട. എല്ലാം ഇതിനകത്തുണ്ട്, നീ അങ്ങോട്ട് കാണും. ഇതിലെന്തുണ്ടെന്നാ നിങ്ങൾ പറയുന്നത്? കീർത്തന, ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയോ? തുറന്നു പറയണം. സാഗരെ വേണ്ട, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, അകത്ത് പോയെ ചെല്ല്. മതി, നീ ന്യായീകരിക്കാനൊന്നും പോണ്ട. സാറേ വാ. സാഗരെ വേണ്ട, ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ നീ ഒരിടത്തോട്ട് പോകാൻ പോകുന്നില്ല. തീരുമാനമാക്കിയിട്ടേ ഞാനും പോകുന്നുള്ളൂ. അമ്മേ, അപർണേച്ചി, ഏട്ടാ, മീനാക്ഷി, നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. കീർത്തനയോട് ഞാൻ ഓരോ കാര്യങ്ങൾ ഉപദേശിക്കുകയാണ് ചെയ്തത്.
പക്ഷെ മനഃപൂർവ്വം നിന്റെ അച്ഛൻ എന്നെ അപമാനിക്കുക ചെയ്തേ. അതുകൊണ്ട് തന്നെ എന്റെ തീരുമാനം ഞാൻ പറയാം. വിവാഹപ്രായമായി കഴിഞ്ഞാൽ ഞാൻ നിന്നെ തന്നെ വിവാഹം കഴിക്കും. ഇത് സത്യം. എന്താടാ നീ പറഞ്ഞത്? എന്റെ മോളെ നീ കല്യാണം കഴിക്കും? അതെ, അങ്ങനെ തന്നെയാ പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല, സത്യം ചെയ്താ പറഞ്ഞത്. ഞാൻ ആ ശപഥം നിറവേറ്റിയിരിക്കും. കീർത്തന, നമ്മൾ തമ്മിലാ കല്യാണം കഴിക്കാൻ പോകും. ഞാനേ നിന്നെ കെട്ടു. പിള്ള സാറേ, ഒടുക്കത്തെ ശബ്ദമാണല്ലോ ചെറുക്കൻ നടത്തി കളഞ്ഞത്. അയ്യോ, പിള്ള സാറേ, സാഗർ ഒരു ശപഥം ചെയ്താ അത് നടത്തിയിരിക്കും. ബാലു പറഞ്ഞ നേരാ. ഇനി എന്ത് വന്നാലും അവൻ കീർത്തനെ കല്യാണം കഴിച്ചിരിക്കും. ആ, അമ്മ വന്നേ. പിള്ള സാറേ, വെളുക്കാൻ തേച്ചത് പാണ്ടായോ? ഞാൻ വെളുക്കാൻ തേച്ചാലേ വെളുപ്പിച്ചടങ്ങൂ. സുധാമണി അവനെ ഇളക്കി വിടുന്നത്. സുധാമണിയുടെ കളികളൊക്കെ അവസാനിക്കാറായി. അന്ന് ഈ വീട്ടിൽ വന്ന മാസ്കുകാരനെ മുഖം മൂടിയെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കും. മൂർത്തി. അതേടാ, മൂർത്തിയാ. അല്ല, നീ എന്നാ ഇറങ്ങി? 2 മാസമായി. പക്ഷേ SIയെ വെട്ടിയ കേസിലെ ജാമ്യം ഉടനെ തീരും. 2 ആഴ്ചക്കകം വീണ്ടും അകത്ത് പോകും. എന്താണ് വിളിച്ചേ? എന്തായാലും നീ അകത്ത് പോകും. എന്നാ പിന്നെ ഒരു സഹായം ചെയ്തിട്ട് പോടാ. എന്താണ് പ്രശ്നം? വള്ളിക്കെട്ട് വല്ലതും ആണോ? നീ ഒരാളെ ഒന്ന് വണ്ടി ഇടിപ്പിക്കണം. തട്ടാനോ? ആരെയാടാ? അതൊക്കെ പറയാം. നിന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ അത് പറ. നീ പറഞ്ഞാ പിന്നെ അതങ്ങ് ചെയ്യുമല്ലേ? സംഗതി ഡീറ്റെയിൽ ആയിട്ട് പറ. ഓക്കെടാ, ഡൺ. അപ്പോ നാളെ അത് സംഭവിക്കുന്നു. ഞാൻ വണ്ടിയും കൊണ്ട് കൃത്യമായി എത്തിയിരിക്കും. ഓക്കെ? ഓക്കെ.